ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും സുഖമായിരിക്കട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പസ്തയായിട്ടാണ്, വൈറ്റ് പസ്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് എന്തൊക്കെ സാധനമാണ് ആവശ്യമുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ്, ആ പസ്തയുടെ സെയിം കണക്ക് നീളത്തിന് കട്ട് ചെയ്തെടുത്തതാണ്. പാക്കറ്റ് മഷ്റൂമാണ്. ഒരു വലിയ സവാള ഞാൻ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മാജി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി. 1 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഉപ്പുണ്ട്, വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണത്തില്ല കേട്ടോ, ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ നമ്മൾ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ പാല്. നിങ്ങൾ പസ്ത എത്ര നിങ്ങൾ ഉണ്ടാക്കുന്നോ അതനുസരിച്ച് പാലും ക്രീമും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കൂടുതലും കുറവും വെള്ളം കുറഞ്ഞുണെങ്കിൽ നിങ്ങൾ പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ അതനുസരിച്ച് കൂടുതലും കുറവൊക്കെ അത് നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ 1/2 കപ്പ് കുക്കിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്, കുക്കിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പെർമസാൻ ചീസാണ്. 1/2 കപ്പ് ഞാൻ ഗ്രൈൻഡ് ചെയ്തതാണ്, ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പ്. കണ്ടല്ലോ നിങ്ങൾ, ഇത്രയും സാധനമാണ് നമുക്ക് പസ്ത ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനം. നമുക്കെങ്കിൽ പോകാം. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഈ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം പസ്ത അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതവിടെ കിടന്ന് വെള്ളം തിളച്ചോട്ടെ. ഒരു ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെമ്പൊന്ന് ഓണാക്കി കൊടുക്കാൻ പോവുകയാണ്. ബിസ്മില്ലാ. കണ്ടല്ലോ, അതിനകത്തോട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെ ബട്ടർ കരിഞ്ഞു പോകും. ഓയിൽ ഇവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടല്ലോ, ബട്ടർ ഇവിടെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ബിസ്മില്ലാ കാർലിക്കും ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കാം. അതാ നോക്കിക്കേ, ഇത് രണ്ടും കൂടെ ചേർത്ത് വെത്തു. ഇത് ഒരുപാട് കളറൊന്നും ആവണ്ട, ഒന്ന് പച്ച മണം മാറി കിട്ടുമ്പോൾ അടുത്ത നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതിൻ്റെ പച്ച മണമൊക്കെ ഉള്ളിയുടെ മാറി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചിടാം. ഇതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയതിന് ശേഷം നമുക്ക് മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കണ്ടല്ലോ, ഇത് നമുക്കൊന്ന് അടച്ചിടാം. നമുക്കിത് മൂടിയിടാം. ഇതാ മൂടി വെച്ചു. ഇതിൻ്റെ ചിക്കൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയതിന് ശേഷം മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കിക്കാണി, പസ്തയുടെ വെള്ളം കുതിക്കുന്നു. ബിസ്മില്ല, അതിലോട്ട് ഞാൻ പസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതാ ഇവിടെ അതവിടെ കിടന്ന് വെന്തോട്ടെ. അടുത്തത് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. നോക്കിക്ക്, ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതാ ഇവിടെ ചിക്കൻ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കിക്കേ, ഇതാ മഷ്റൂം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ മഷ്റൂം ആഡ് ചെയ്താൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാജി പൗഡർ, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ഇതും കൂടെ ആഡ് ചെയ്ത് ഇളക്കിയിട്ട് കൊടുത്ത് മൂടി വയ്ക്കാം. ഇതൊരു പസ്തയാണ്. നമ്മളെ കുട്ടികൾക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി തയ്യാറാക്കി നിങ്ങൾ കൊടുത്തു നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കൂ. നമ്മളെ ചിക്കൻ ഇവിടെ തുറന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ഈ പാലിൽ കൂടെ കുറച്ച് പാൽ അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാലിൽ കൂടെ നമുക്ക് കോൺഫ്ലവർ, 1 ടീസ്പൂൺ കോൺഫ്ലവർ ഉണ്ടല്ലോ, അതിതാ ഈ പാലിൽ കൂടെ കലക്കി അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, നമ്മളെ പസ്തയും വെന്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ പകുതി ചീസ് ഈ സോസിലോട്ട് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ചീസിൻ്റെ പെർമസാൻ ചീസാണ്, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. പെർമസാൻ ചീസാണ്, അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ചീസാണ്. അതുകൊണ്ട് അത്രയും ടേസ്റ്റുമാണ് ഈ പസ്തയിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇതിവിടെ ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടല്ലോ, സോസ്, ക്രീം, പാല്, ചീസ്, ചിക്കൻ, മഷ്റൂം എല്ലാം കൂടി പൊളിയാണ് കേട്ടോ. നോക്കിക്കേ, നമുക്ക് ഇതൊന്ന് മൂടിയിടാം.
ഇനി നമ്മളെ പസ്ത ഒന്ന് നോക്കാം. അതിലേക്ക് വരാം. ഒരു 90% പസ്ത വെന്താൽ മതി. നമുക്കിതാ പസ്ത നോക്കാം. പസ്ത റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, നമ്മളെ പസ്ത റെഡി ആയിട്ടുണ്ട്. പസ്ത നേരെ കോരി ഈ പസ്ത നമുക്ക് കോരിയിട്ട് നേരെ ഇതിലോട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ സഹോദരങ്ങളെ, ഇതാണ് വൈറ്റ് പസ്ത. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ. ഈ പസ്ത ഞാൻ കോരി ആ സോസിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഇളക്കി വെച്ചിട്ട് തീ കുറച്ച് കൊടുക്കണം. ഇനി തീ കൂട്ടിയിടരുത്, ഒരു പകുതിയേ ആവാവൂ. നീ നോർമൽ ഫയർ ഇട്ടിട്ട് ഇത് അടച്ചിടണം. ഒരു 10 മിനിറ്റ് അതിൻ്റെ അടിയിൽ പിടിക്കാതെ നിങ്ങൾ നോക്കിക്കൊള്ളണം. കണ്ടല്ലോ, ഞാൻ തീ ഓഫാക്കാൻ പോവേനു. നോക്കിക്കേ, കണ്ട പസ്ത നോക്കിക്കാണ് നിങ്ങൾ, നല്ല അടിപൊളിയായിട്ടുണ്ട്. പസ്ത ഇവിടെ തയ്യാറായി. തീ ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ പുറത്തെടുക്കാം. നോക്കിക്കേ, നമ്മളുണ്ടാക്കിയ പസ്ത നോക്കി പൊളി പോപ്പിളാപ്പി ആയിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, പീസുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.